അപ്പോൾ നമ്മുടെ റെസ്യൂം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ജോബ് സെർച്ചിലേക്ക് പോകാം. ജോബ് സെർച്ച് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഓഫ്ലൈനും രണ്ട് ഓൺലൈനും. ഓഫ്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂസ് പേപ്പറിലൂടെയോ മറ്റു പീരിയോഡിക്കൽസിലൂടെയോ മാഗസിനിലൂടെയോ ഒക്കെ ചില കമ്പനികൾ അഡ്വർടൈസ് ചെയ്യുന്ന ജോബുകൾ. അപ്പോൾ ഓഫ്ലൈനായിട്ട് ഈ കമ്പനികൾ അഡ്വർടൈസ് ചെയ്യുന്ന ഒരു രീതി അതിനൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഓൺലൈനിലാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് അഡ്വർടൈസ് ചെയ്യുന്നത്. ഓൺലൈൻ ജോബ് സെർച്ച് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഫീൽഡിൽ പ്രത്യേക ലൊക്കേഷനിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് കമ്പനികൾക്ക് ആപ്ലിക്കേഷൻ അയക്കുക. അതായത് കമ്പനികളുടെ കരിയർ പേജ്, ചിലപ്പോൾ ജോബ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ് കാണാം, ജോബ്സ് എന്ന് പറഞ്ഞ് കാണാം, ജോയിൻ വിത്ത് അസ് എന്ന് പറഞ്ഞ് കാണാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻഫോയിലോ കോൺടാക്ടേഴ്സിലോ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് തന്നെ ആർ യു ലുക്കിംഗ് ഫോർ സംതിങ് എൽസ് ഓപ്ഷനിൽ നിന്ന് കരിയർ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാറുമുണ്ട്. വർക്ക് വിത്ത് അസ്, ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ പല പേരുകളിലും നമുക്ക് കമ്പനികളുടെ വെബ്സൈറ്റിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് കാണാം. പിന്നെ ഒരു മാർഗമുണ്ട് റെഫറൻസ്. ഇന്ന് ഒരുപാട് കമ്പനികൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് തന്നെ റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചവരോ ഒക്കെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. അടുത്തത് ജോബ് പോർട്ടൽസ്. ജോബ് പോർട്ടൽസ് ആണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗം. ജോബ് പോർട്ടൽസിനകത്ത് രണ്ട് ടൈപ്പിലുള്ള ജോബ്സ് ഉണ്ടാകും. കമ്പനികൾ നേരിട്ട് ഓഫർ ചെയ്യുന്ന ജോബുകൾ, കൺസൾട്ടൻസ് കമ്പനികൾ അവരുടെ അംഗീകൃത റിക്രൂട്ട്മെൻറ്റ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കൺസൾട്ടൻസ് ഓഫർ ചെയ്യുന്ന ജോബുകൾ. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. നേരത്തെ ഇന്റേൺഷിപ്പിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഇതിനകത്ത് ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് സെർച്ചിനകത്ത് ഒരിക്കലും പോകരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളടുത്ത് വിളിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഈ കൺസൾട്ടൻസ് നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോബ് പോർട്ടലിനകത്ത് പോയിട്ട് അതിലെ കൺസൾട്ടൻറ്റ് ജോബ്സിനകത്ത് കയറിയിട്ട് ചില കൺസൾട്ടൻസ് എങ്കിലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിനകത്ത് കാണിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൺസൾട്ടൻസിന് നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ജോബ് പോർട്ടൽസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ റിക്രൂട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത് അപ്ന ജോബ്സ്, നൗക്കരി, ഇൻഡീഡ്, ഇങ്ങനെയുള്ള പോർട്ടൽസൊക്കെയാണ്. ഇതല്ലാതെ മറ്റനേകം ജോബ് പോർട്ടൽസ് ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള ജോബ്സ് ഈ പറഞ്ഞ ജോബ് പോർട്ടൽസിനകത്തുണ്ട്. ഇതല്ലാതെ റീജിയണൽ ജോബ് പോർട്ടൽസും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ജോബുകൾ മാത്രം പരസ്യം ചെയ്യുന്ന ജോബ് പോർട്ടൽസ് ഉണ്ടാകാം. അടുത്ത സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള കുറേ ആൾക്കാർ നമുക്ക് വേണ്ടിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ആൾമോസ്റ്റ് നല്ലൊരു ശതമാനം ആൾക്കാരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തത് ഈ ഫേസ്ബുക്കിലുള്ള ആഡ്സ് വഴിയാണ്. അതുപോലെ ലിങ്ക്ഡിനകത്ത്, പൊതുവേ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന കുറച്ച് സീനിയർ ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും പല സമയത്തും ഇന്റേൺഷിപ്പിനും ഫ്രഷേഴ്സിനും ഒക്കെ ഉള്ള അവസരങ്ങൾ ലിങ്ക്ഡിനിലും കാണാറുണ്ട്. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറേ പ്രൊഫഷണൽസ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ, വലിയൊരു ബിൽഡിങ്ങിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ചിലരൊക്കെ ഒരു ദിവസം 300 ആപ്ലിക്കേഷൻസ് വരെ അയക്കും. അത് ഇന്നും പോസിബിളാണ്. എങ്ങനെ ഈ 300 ആപ്ലിക്കേഷൻസ് അയക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇങ്ങനെയുള്ള ഓപ്ഷൻസ്. നമ്മൾ ഈ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ഓപ്ഷനിലൂടെയും നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് മറ്റു ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതെനിക്ക് ചാനലിലൂടെ പറയാൻ കഴിയില്ല. അത് ചില ടെക്നിക്കുകളിലൂടെ ഈ ദിവസം 300 ആപ്ലിക്കേഷൻസ് അയക്കുന്നവരെ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോൾസ് വരും. കൺസൾട്ടൻസോ കമ്പനികളോ നിങ്ങളെ വിളിക്കും. നല്ല കമ്പനികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അധികം റെപ്യൂട്ടർ അല്ലാത്ത കമ്പനികളായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കോൾസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ 300 ആപ്ലിക്കേഷൻ അയക്കുന്നു എന്ന് കരുതിയിട്ട് ഈ 300 റിലവൻ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അതിനകത്തൊരു 100 എണ്ണമൊക്കെ റിലവൻ്റ് ആയിരിക്കത്തുള്ളൂ. എന്നാലും നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു റിക്രൂട്ടർ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നുള്ളത് ആ കഴിവ് അത് സ്ലോ ആയിട്ട് ഇമ്പ്രൂവ് ആയി വരും. ചുരുക്കം പറഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും, എന്തൊക്കെ ഉത്തരങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ, വാട്ട് ടു സേ, വാട്ട് നോട്ട് ടു സേ, ഇതെല്ലാം നിങ്ങൾ ഈ ഇത്തരം ആൾക്കാർ, അതായത് ഇത്തരം കൂടുതൽ എഫേർട്ട് ഇടുന്ന, കൂടുതൽ ആപ്ലിക്കേഷൻസ് അയക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്.